നഗരത്തിലെ ആകാശപാതയുടെ മേൽക്കൂര പൊളിച്ചു നീക്കണമെന്ന് വിദഗ്ധ സമിതി റിപ്പോർട്ട്. തുരുമ്പെടുത്ത പൈപ്പുകൾ വേഗം നീക്കം ചെയ്യണമെന്നും കേരള റോഡ് സുരക്ഷാ അതോറിറ്റിയുടെ നിർദ്ദേശപ്രകാരം പാലക്കാട് IIT ചെന്നൈയിലെ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് റിസർച്ച് സെന്റർ എന്നിവർ നടത്തിയ ബലപരിശോധനാ റിപ്പോർട്ടിൽ നിർദ്ദേശിക്കുന്നു. അടിസ്ഥാന തൂണുകൾ ഒഴികെ മേൽക്കൂര മുഴുവൻ നീക്കണമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അതേസമയം കോട്ടയത്തെ ആകാശപാതയുടെ നിർമ്മാണ വൈകല്യത്തിന് ഉത്തരവാദി MLA ആണ് എന്നും ആ പാപഭാരം ആരുടെയും തലയിൽ കെട്ടിവെക്കേണ്ടതില്ല എന്നും അനിൽകുമാർ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. നിർമ്മാണ വൈകല്യം പരിഹരിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ കോട്ടയത്തെ ജനങ്ങളുടെ അടിയന്തര ആവശ്യം. ഈ പദ്ധതി തയ്യാറാക്കിയപ്പോൾ യഥാർത്ഥത്തിൽ ആദ്യമുണ്ടായിരുന്ന ഡിസൈൻ മാറ്റിയതിൻ്റെ ഭാഗമായിട്ടാണ് നിർമ്മാണ വൈകല്യം സംഭവിച്ചത്. ആവശ്യമായ സ്ഥലം ഏറ്റെടുക്കാതെ കിറ്റ്കോ പദ്ധതി ആരംഭിച്ചു. അതിൻ്റെ ഭാഗമായി ശാസ്ത്ര റോഡിന് നടുവിലേക്ക് ഒരു തൂണ് മാറ്റി സ്ഥാപിക്കേണ്ടി വന്നു. അതോടുകൂടി മേൽത്തട്ടിൻ്റെ ബലക്ഷയം നമ്മുടെ കൺമുമ്പിൽ കാണാവുന്ന അവസ്ഥയായി. ഇപ്പോൾ പഠനം നടത്തിയത് രണ്ടും സംസ്ഥാന സർക്കാർ സ്ഥാപനങ്ങളല്ല. ഹൈക്കോടതി മുന്നോട്ട് വെച്ച നിർദ്ദേശത്തിൻ്റെ ഭാഗമായി പാലക്കാട് IITയും അതുപോലെ തന്നെ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട് രാജ്യത്തെ വിശ്വസ്ത സ്ഥാപനമായ മദ്രാസിയിലെ സ്ഥാപനവുമാണ് ഇപ്പോൾ പരിശോധന നടത്തിയത്. അവർ വിവരങ്ങൾ കോടതിയെ അറിയിച്ചു. ഇതിലൊന്നും രാഷ്ട്രീയ തീരുമാനങ്ങളുടെ പ്രശ്നമില്ല. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഭാഗമായി ഇപ്പോൾ നടക്കുന്ന നിയമ നടപടികൾക്ക് മാത്രമേ എന്തെങ്കിലും തീർപ്പുണ്ടാക്കാനാവൂ. കോട്ടയത്തെ ജനങ്ങളുടെ ആശങ്ക ഗൗരവതരമാണ്. തലയ്ക്ക് മീതെ നിലനിൽക്കുന്ന ഈ അസ്തുകൂടം എപ്പോഴാണ് ആളുകളുടെ ജീവൻ എടുക്കുന്നത് എന്ന ഭയാശങ്കയിലാണ് ജനങ്ങൾ നിൽക്കുന്നത്. നിർമ്മാണ വൈകല്യമുണ്ടാക്കിയ കോട്ടയം MLA തന്നെയാണ് ഇതിന് ഉത്തരം പറയേണ്ടത്. അതിൻ്റെ പാപഭാരവും പേറേണ്ടത്. ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ.